ഗ്യാൻവാപി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. ഹിന്ദു സേനയുടെ അഭിഭാഷകനാണ് ഇക്കാര്യം അറിയിച്ചത്. ജിൽബി ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിൽബി, റിപ്പോർട്ടിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്നത് ഹർജിക്കാരുടെ അഭിഭാഷകൻ പറയുന്നു. കാവ്യ, ഗ്യാൻവാപി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നതായിട്ടാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതെന്നാണ് അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സർവേ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയവരുടെ അഭിഭാഷകനാണ് വിഷ്ണു ശങ്കർ ജെയിൻ. 5 സ്ത്രീകളായിരുന്നു ഈ ക്ഷേത്രത്തിൽ നിത്യാരാധന നടത്തണം, അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ ഈ പള്ളിയിൽ ഉണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ഹർജി നൽകിയിരുന്നത്. അതിന് പിന്നിൽ വലിയ നിയമ പോരാട്ടങ്ങളൊക്കെ പിന്നാലെ നടന്നിരുന്നു. സുപ്രീം കോടതിയിലടക്കം ഇതൊക്കെ പിന്നാലെയാണ് ഏകദേശം 100ഓളം ദിവസമെടുത്ത് ഈ പള്ളിയിൽ സർവേ നടത്താനുള്ള അനുമതി കോടതി നൽകുകയും 100ഓളം ദിവസമെടുത്ത് ഈ പള്ളിയിൽ സർവേ നടത്തുകയും അതിനുശേഷം ഈ സർവേ റിപ്പോർട്ട് വാരണാസി ജില്ലാ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇരു കക്ഷികൾക്കും ഈ സർവേ റിപ്പോർട്ട് നൽകാനുള്ള അനുമതി കോടതി നൽകിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ ഇതിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ക്ഷേത്രത്തിന്റെ 32 ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. ക്ഷേത്രത്തിന്റെ തൂണുകൾ പള്ളിക്കു വേണ്ടി രൂപമാറ്റം വരുത്തിയതായും അതുപോലെ തന്നെ ഈ നിലവിൽ ഇപ്പോൾ ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്, അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്താണ് അതിന്റെ മുകളിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയതായിട്ടും ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ തൂണുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നു. മഹാമുക്തി മണ്ഡപത്തിന്റെ കണ്ടെത്തിയിട്ടും. അതുപോലെ തന്നെ ഈ ഹർജികൾ നൽകിയപ്പോൾ പടിഞ്ഞാറേ ഭാഗത്ത് ഈ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, പള്ളിയുടെ പടിഞ്ഞാറേ ഭാഗത്ത് ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടെന്നായിരുന്നു ഹർജിക്കാർ പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ ഈ സർവേ റിപ്പോർട്ടിലും അഭിഭാഷകൻ വ്യക്തമാക്കുന്നത് തന്നെയാണ് പടിഞ്ഞാറേ ചുമരിൽ ഈ ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭാഗമുണ്ട് എന്ന് കണ്ടെത്തിയതായിട്ട് തന്നെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഹിന്ദു ക്ഷേത്രം ഈ ഗ്യാൻവാപി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ നിയമ പോരാട്ടങ്ങൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട്. കോടതിയിൽ അടക്കം കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കിയിരുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നൊക്കെ, അല്ലെങ്കിൽ വൈകിപ്പിക്കണം എന്നൊക്കെ പുരാവസ്തു വകുപ്പ് തന്നെ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ വൈകിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇരു കക്ഷികൾക്കും ഈ റിപ്പോർട്ട് കൈമാറാനായിട്ട് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അലഹബാദ് കോടതി ഉത്തരവിടുകയും ഇപ്പോൾ ഇത് പുറത്തുവിട്ടതിന് പിന്നാലെ ഇപ്പോൾ സർവേ നടത്തണമെന്ന് ഹർജി നൽകിയവരുടെ അഭിഭാഷകൻ ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഗ്യാൻവാപി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നതായിട്ടുള്ള കണ്ടെത്തലുകളാണ് പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കാവ്യ. ശരി, ജിൽബിയാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.